കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നത്. 34 ആഴ്ച ഗർഭിണിയാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ കാല് തെറ്റി വീണു. വയറ് സ്റ്റെപ്പിലിടിച്ചാണത്രേ. 10 മിനിറ്റിൽ വരാം. പെട്ടെന്ന് ബ്ലഡ്സ് എടുത്തിട്ട് അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ട് കുറച്ച് വെള്ളം കോരിയൊഴിച്ച് കുളി അവസാനിപ്പിച്ച് ആദ്യം കണ്ട ഡ്രസ്സും എടുത്തിട്ട് വേഗം ഇറങ്ങി. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതുകൊണ്ട് 10 മിനിറ്റ് മതി ഹോസ്പിറ്റലിലെത്താൻ. പോകുന്ന വഴിയിൽ ലേബർ റൂമിൽ വിളിച്ച് പേഷ്യന്റിന്റെ വിവരം അന്വേഷിച്ചു. ആദ്യത്തെ ഗർഭമാണ്. ഹെൽത്തി ആയിരുന്നു ഇതുവരെ. അപ്പോഴാണ് ഈ വീഴ്ച. ഇപ്പോൾ നല്ല ബ്ലീഡിംഗ് ഉണ്ട്. വൈറ്റൽസ് ഇപ്പോൾ സ്റ്റേബിളാണ്. കുഞ്ഞിന്റെയും ഹാർട്ട് ബീറ്റ് ഇപ്പോൾ കുഴപ്പമില്ല. കൂടുതൽ വിവരം സ്കാൻ കഴിഞ്ഞിട്ടേ അറിയൂ. ഗൈനക്കോളജി വിഭാഗം ഹെഡായ സെറീന മേഡത്തിന്റെ പേഷ്യന്റാണ്. മേഡം ലീവായതിനാൽ ഞാനാണ് ചാർജ്. ഇന്നിത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു. OPയിലും ലേബർ റൂമിലും. ഉണ്ടായിരുന്ന 4 ഡെലിവറിയും കഴിഞ്ഞു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയത്. വല്ലാത്ത തലവേദന തോന്നിയതുകൊണ്ട് ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചൊന്ന് കിടക്കാമെന്ന് കരുതിയതാണ്. അപ്പോഴാണ് ആ കോൾ വന്നത്. ലേബർ റൂമിലേക്ക് കടക്കുമ്പോൾ അതിനു മുന്നിൽ ആകുലതയോടെ കൂടി നിൽക്കുന്ന 5-6 പേർ ഞാൻ അമ്പരപ്പോടെ കണ്ടു. അതിലൊന്ന് നിസാർക്കയാണ്. ഒരു കാലത്തെന്റെ ഭർത്താവായിരുന്നയാൾ. ഞാൻ അയാളെ മൈൻഡ് ചെയ്യാതെ നേരെ അകത്തേക്ക് നടന്നു. അപ്പോഴേക്കും സ്കാൻ കഴിഞ്ഞിരുന്നു. യൂട്രസ് റപ്ചറായിട്ടുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ പറ്റിയതാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയുള്ള അവസ്ഥയാണ്. പേഷ്യന്റിനെ കാണാനായി ഞാൻ ചാർട്ടുമെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു. സൈറ നിസാർ. പേര് കണ്ട് ഞാൻ നടുങ്ങി. തെറ്റിയില്ല, നിസാർക്കയുടെ ഭാര്യ. ആ മുഖം കണ്ടപ്പോൾ ഒന്നുകൂടെ. ഞാൻ അവരുടെ വീട്ടിലായിരുന്നപ്പോൾ എന്റെ പുറകെ ഇത്താത്ത എന്ന് വിളിച്ച് ഓടി നടന്നിരുന്ന കുറുമ്പിയായ പാവാടക്കാരി. നിസാർക്കയുടെ മാമയുടെ മകൾ. അന്നവൾ +2നോ മറ്റോ പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അവളെയാണോ നിസാർക്ക 2ാമത് വിവാഹം ചെയ്തത്? ഇത്താത്ത. എന്നെ കണ്ടതും വേദനയുടെ ഇടയിലും അവൾ അത്ഭുതത്തോടെ നോക്കി. ഇത്താത്ത, എനിക്ക് തീരെ വയ്യ. ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുവാ. എന്റെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണം, പ്ലീസ്. അവൾ കരഞ്ഞു. ഞാൻ ആ കൈകളിൽ മുറുകെ പിടിച്ചു. പേടിക്കണ്ട, ധൈര്യമായിരിക്കെ. ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ. അത്രയും പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എത്രയും പെട്ടെന്ന് തിയേറ്റർ സെറ്റ് ചെയ്യാൻ നഴ്സുമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഞാൻ വിവരം അറിയിക്കാനും സമ്മതപത്രം ഒപ്പിടിയിരിക്കാനുമായി ലേബർ റൂമിലെ സീനിയർ സിസ്റ്റർ സതിയുമായി പുറത്തേക്ക് നടന്നു. എന്നെ കണ്ട് കൂടി നിന്നവർ ഞെട്ടിയിട്ടുണ്ടെന്ന് അവരുടെ മുഖഭാവം കണ്ടാലറിയാം. സെറീന മേഡം ലീവായതുകൊണ്ട് ഡോക്ടർ ലെനയാണ് സൈറയെ നോക്കുന്നത്, സതി സിസ്റ്റർ അവരോടായി പറഞ്ഞു. അവർ അമ്പരപ്പോടെ എന്നെ നോക്കി. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മുഖാമുഖം നിൽക്കേണ്ടി വന്നത്. മുന്നിൽ നിൽക്കുന്നവരെല്ലാം പരിചിതർ. ഒരു കാലത്ത് എന്റെ ബന്ധുക്കളായിരുന്നവർ, പിന്നീട് ശത്രുക്കളായി പോയവർ, അവസാനം കാണുമ്പോഴും കടിച്ചു കീറാൻ നിന്നിരുന്നവർ. ഇപ്പോൾ ദയനീയമായ മുഖത്തോടെ മുന്നിൽ. MBBS കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഉപ്പയുടെ സുഹൃത്തിന്റെ മകനായ നിസാറിന്റെ ആലോചന വരുന്നത്. അവരുടേതൊരു യാഥാസ്ഥിതിക കുടുംബമായിരുന്നു. സന്തോഷകരം തന്നെയായിരുന്നു ജീവിതം, എനിക്ക് ആദ്യത്തെ അബോർഷൻ സംഭവിക്കുന്നതുവരെ. കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണെന്നും ജോലി ഉപേക്ഷിക്കണമെന്നും വീട്ടിൽ നിന്നും പ്രഷറുണ്ടായി. കുടുംബത്തെ സമാധാനത്തിനു വേണ്ടി ഞാൻ അതും അനുസരിച്ചു. 2ാമതും അബോർഷനായപ്പോഴാണ് കൂടുതൽ പരിശോധന നടത്തിയത്. എന്റെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ബലമില്ല. നൂതന ചികിത്സാവിധികൾ എല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും വിജയസാധ്യത കാണുന്നില്ല. പിന്നെയുള്ള ഓപ്ഷൻ വാടക ഗർഭമോ ദത്തെടുക്കലോ ആണ്. അതിനെ വീട്ടുകാർ നഖശിഖാന്തം എതിർത്തു. അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവരുടെ മകൻ പൂർണ്ണ ആരോഗ്യമുള്ള പുരുഷനാകുന്നിടത്തോളം അവർക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുവരെയും എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ കരുതിയ ഇക്കയിലും മാറ്റങ്ങൾ കണ്ടപ്പോൾ ആ പടി ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഒരു മനുഷ്യൻ ആദ്യം ഇടം വേണ്ടത് മറ്റുള്ളവരുടെ മനസ്സിലാണ്. അതില്ലാത്തിടത്തു നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞ് എന്റെ ഉപ്പച്ചിയാണ്. ഡിവോഴ്സ് സൈൻ ചെയ്തതിനു ശേഷം ഞാൻ നാട്ടിൽ നിന്നില്ല. ഡൽഹിക്ക് പറന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തുകൊണ്ടോ ഗൈനക്കോളജിയാണ് എടുത്തത്. പിന്നെ 3 വർഷത്തോളം അവിടെ തന്നെ ജോലി ചെയ്തു. നല്ല ഡോക്ടർ എന്ന പേര് സമ്പാദിച്ചു. ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. നോക്കൂ, വീഴ്ചയിൽ കാര്യമായി ഗർഭപാത്രത്തിന് മുറിവുണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആപത്താണ്. പിന്നെ തുറന്നു പറയണമല്ലോ, ഗർഭപാത്രത്തിന്റെ തകരാർ എത്രമാത്രം ഉണ്ടെന്ന് സർജറി ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. ചിലപ്പോൾ ഗർഭപാത്രം തന്നെ എടുത്ത് കളയേണ്ടി വന്നേക്കാം. ഉത്തരവാദിത്തപ്പെട്ടവർ സൈൻ ചെയ്തു തരണം. ഞാൻ ആധികാരികമായാണ് സംസാരിച്ചത്. അവരൊന്ന് ആലോചിച്ച് നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ സിസ്റ്ററിനെ സൈൻ ചെയ്യിക്കാൻ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് നടന്നു. മോനെ, നമുക്ക് കുഞ്ഞിനെ ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം. ഇവള് പഴയ വൈരാഗ്യം വെച്ച് നമ്മുടെ കുഞ്ഞിനോട് എന്തെങ്കിലും ചെയ്താലോ? ആരുടെയോ വാക്കുകൾ ചിതറിത്തെറിച്ചെന്റെ കാതുകളിൽ വീണു. ഞാൻ തിരിഞ്ഞു നിന്നു. വൈരാഗ്യമോ? എന്ത് വൈരാഗ്യം? പഴയ കാര്യങ്ങൾ ഓർത്താണ് പറയുന്നതെങ്കിൽ അതൊന്നും ഇപ്പോഴെന്റെ മനസ്സിലേ ഇല്ല. ഞാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടറാണ്. സൈറ എനിക്ക് മുന്നിലെത്തുന്ന
ഏതൊരു രോഗിയെയും പോലെ ഒരാൾ മാത്രമാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും തൻ്റെ രോഗികളെ രക്ഷിക്കാനേ ഏതു ഡോക്ടറും ശ്രമിക്കൂ. പിന്നെ ഞാൻ സർജറി ചെയ്യണോ അവളെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ എന്തായാലും പെട്ടെന്ന് വേണം. അകത്ത് ജീവന് വേണ്ടി പിടയുന്നത് ഒരാളല്ല, 2 പേരാണ്, അത് മറക്കണ്ട. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. തൊട്ടുപിറകെ നിസാർ എഴുതി ഒപ്പിട്ട സമ്മതപത്രവുമായി സതി സിസ്റ്റർ കയറി വന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ശിശുരോഗ വിഭാഗം ഹെഡ് ഫിലിപ്പ് സാറിനെ ഞാൻ നേരിട്ട് തന്നെ വിളിച്ചു. ജൂനിയേഴ്സ് പോരാ, സാറ് തന്നെ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുത്ത് ICUവിലേക്ക് മാറ്റി. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞതിനാൽ ഗർഭപാത്രം എടുത്ത് കളയേണ്ടി വന്നില്ല. എങ്കിലും ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുള്ളതിനാൽ സൈറയെയും ICUവിലേക്ക് മാറ്റി. അമ്മയും കുഞ്ഞും അപകടനില തരണം ചെയ്തു എന്നറിഞ്ഞതിൽ പിന്നെയാണ് ഞാൻ പുറത്തേക്ക് ചെന്നത്. അവിടെ വേവലാതിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഇപ്പോൾ അവരുടെ കണ്ണിൽ പേടിയില്ല, നന്ദി മാത്രം. ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയതിന് കുറ്റബോധവും. അമ്മയും കുഞ്ഞും ഇപ്പോൾ സേഫാണ്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതിനാൽ 2 ദിവസം ICUവിൽ കിടക്കേണ്ടി വരും. തൽക്കാലം ആവശ്യമായ രക്തം ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പകരം ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അതെല്ലാം നഴ്സ് പറയും. കുഞ്ഞിന്റെ കാര്യം ഇനി പീഡിയാട്രീഷ്യനാണ് നോക്കുന്നത്. സൈറയുടെ യൂട്രസ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇനിയൊരു പ്രഗ്നൻസി താങ്ങാൻ കഴിയണമെന്നില്ല. പിന്നെ സർജറിക്ക് മുമ്പ് സൈറ എന്നോട് പറഞ്ഞു, 2-ൽ ഒരാളെ രക്ഷിക്കാൻ കഴിയുമെന്ന് വന്നാൽ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന്. അവൾക്കറിയില്ലല്ലോ, കുഞ്ഞും യൂട്രസും നഷ്ടപ്പെട്ടാൽ പിന്നെ അവൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന്. ഞാൻ പക്ഷെ 2 ജീവനും തിരിച്ചു കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. എല്ലാം പടച്ചോന്റെ കൃപ. നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും സെറീന മാഡം നാളെ തിരിച്ചെത്തും. പിന്നെ മാഡത്തിന്റെ കെയറിലായിരിക്കും സൈറ. അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ പുറകിൽ ഓടിയെത്തിയിരുന്നു നിസാർക. ലെന, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം സംശയിച്ചു പോയെങ്കിൽ മാപ്പ്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഇനി പറയുന്നതിൽ കാര്യമില്ല എന്നറിയാം. എങ്കിലും തെറ്റുപറ്റിയതെനിക്കാണ്. സൈറയെയും കുഞ്ഞിനെയും വെച്ചൊരാളെ തിരഞ്ഞെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സത്യമായി ഞാൻ എൻ്റെ സൈറയെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളായിരുന്നു. അത് അവൾ മനസ്സിലാക്കാഞ്ഞത് അവളുടെ തെറ്റല്ല, എൻ്റെയാ. കുഞ്ഞുങ്ങൾ പടച്ചവൻ്റെ വരദാനം തന്നെയാണ്. പക്ഷേ അതിലും എത്രയോ വലുതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. കാലം മാറ്റം വരുത്താത്ത മനുഷ്യരില്ലല്ലോ. ഇതിനിടയിൽ പകയ്ക്കും പ്രതികാരത്തിനും എന്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.